ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ മാണിപ്പറമ്പിലച്ചൻ. കായീന്റെ വഴിപാടും വിമതരുടെ കുർബാനയും. പഴയ നിയമത്തില് ആദം ഹവയുടെ മകൻ കായീന്റെ വഴിപാട് ദൈവം സ്വീകരിച്ചില്ല. എന്തുകൊണ്ട് വിമത വൈദികരുടെ കുർബാന ദൈവം ഇപ്പോൾ സ്വീകരിക്കുന്നില്ല? 2 ദിവസം മുമ്പ് ഞാൻ അപ്ലോഡ് ചെയ്ത ഒരു വീഡിയോ, നമ്മുടെ ഉൽപ്പത്തി പുസ്തകത്തിന്റെ വ്യാഖ്യാനം തിങ്കളാഴ്ചകളിൽ, അത് കണ്ട ഒരു സുഹൃത്ത് എന്നോട് പറഞ്ഞു, ഒരു സംശയം ചോദിക്കാനുണ്ട്. എല്ലാവരും സ്ഥിരമായി ചോദിക്കുന്ന സംശയം തന്നെ. എന്തുകൊണ്ട് ദൈവം കായീന്റെ ബലി സ്വീകരിച്ചില്ല? ദൈവം പ്രസാദിച്ചില്ല, സ്വീകരിച്ചില്ല എന്ന് ബൈബിൾ എഴുതിയിട്ടുണ്ട്. പക്ഷെ എന്തുകൊണ്ട്? ഞാൻ ആ വീഡിയോയിൽ, കഴിഞ്ഞ തിങ്കളാഴ്ചത്തെ വീഡിയോയിൽ പല കാരണങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. എങ്കിലും അതത്ര ബോധ്യപ്പെടുത്തുന്ന തരത്തിലല്ല എന്നാണല്ലോ ഈ ചോദ്യത്തിൽ നിന്ന് മനസ്സിലാകുന്നത്. വളരെ സൂക്ഷ്മമായി എല്ലാ ദിവസവും എൻ്റെ വീഡിയോ കാണുന്ന ആളാണ് ഈ സുഹൃത്ത്. എല്ലാ വീഡിയോയും കണ്ട് അതേക്കുറിച്ച് വിശദമായ ചർച്ചകളൊക്കെ നടത്തുന്ന ഒരാളാണ്. അതുകൊണ്ട് അദ്ദേഹം വീഡിയോ കാണാഞ്ഞിട്ടല്ല, വീഡിയോ കണ്ടിട്ടും വേണ്ടത്ര ബോധ്യം വന്നില്ല, ഞാൻ പറഞ്ഞ കാരണങ്ങൾ ബോധ്യം വന്നില്ല. അപ്പോൾ അതിൻ്റെ അർത്ഥം ഞാൻ കുറച്ചുകൂടി ഗവേഷണം ചെയ്യണം എന്ന് തന്നെയാണ്. അപ്പം ഞാൻ ചെറിയൊരു ഗവേഷണം നടത്തി. ഈ കായീന്റെ ബലി സ്വീകരിക്കാതിരിക്കാൻ കാരണങ്ങൾ എന്തൊക്കെയാണ്, യഹൂദന്മാരുടെ ഇടയിലുണ്ടായിരുന്ന ആ കാരണങ്ങളും അവർ വല്ലതും കാരണങ്ങൾ പറഞ്ഞിട്ടുണ്ടോ, അങ്ങനെ പല കാരണങ്ങൾ ഞാൻ തേടി. ആ കാരണങ്ങളാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ പോകുന്നത്. പക്ഷെ ഒറ്റ വാക്കിൽ ഉത്തരം പറയണമെങ്കിൽ, ഒറ്റ വാക്യത്തിൽ ഉത്തരം പറയണമെങ്കിൽ അങ്ങനെ അതിനൊരു ഉത്തരമുണ്ട്. ഇപ്പോൾ എറണാകുളം വിമത വൈദികരുടെ ബലി ദൈവം സ്വീകരിക്കാത്തത് എന്തുകൊണ്ട് എന്ന ആ ചോദ്യത്തിന് എന്താണ് ഉത്തരം? ആ ഉത്തരം തന്നെയാണ് കായീന്റെ വഴിപാട് ദൈവം സ്വീകരിക്കാത്തതിനുള്ളത്. ഇപ്പൊ നമുക്ക് കായീന്റെ വഴിപാട് ദൈവം എന്തുകൊണ്ട് സ്വീകരിച്ചില്ല എന്ന് നമ്മുടെ കൺവെട്ടത്തൊരു തെളിവ് നൽകിയിരിക്കുകയാണ്. ഒരു തെളിവല്ല, 10 തെളിവുകൾ നൽകിയിരിക്കുകയാണ്. വിമത വൈദികരുടെ കുർബാന ദൈവം എന്തുകൊണ്ട് സ്വീകരിക്കുന്നില്ല? അപ്പൊ ആ കായീന്റെ വഴിപാടും നമ്മുടെ വിമത വൈദികരുടെ വഴിപാടും തമ്മിലുള്ള സാമ്യങ്ങളാണ്. അത് എന്റെ കണ്ടുപിടുത്തങ്ങളൊന്നുമല്ല, ഞാൻ ഗവേഷണം നടത്തിയിട്ട് ഞാൻ കണ്ടുപിടിക്കുകയല്ല. ഈ മറ്റുള്ളവർ, വലിയ മനുഷ്യർ പറഞ്ഞിരിക്കുന്ന ആ കാര്യങ്ങൾ ഞാനൊന്ന് സംഗ്രഹിച്ച് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. കായീന്റെ വഴിപാടിൽ എന്തോ കുറവുണ്ട്. അത് നമ്മൾ എങ്ങനെ മനസ്സിലാക്കുന്നത്? ദൈവം അവന്റെ വഴിപാട് സ്വീകരിച്ചില്ല. അപ്പോൾ എന്തോ പ്രശ്നമുള്ളത് കൊണ്ടാണ് ദൈവം സ്വീകരിക്കാതിരുന്നത്. എന്താണെന്ന് തിരുവചനം കൃത്യമായി നമ്മെ അറിയിക്കുന്നില്ല. സാധാരണ പറഞ്ഞിരുന്ന ഒരു വ്യാഖ്യാനമുണ്ട്, രക്തമില്ലാത്ത സസ്യങ്ങൾ സമർപ്പിച്ചത് കൊണ്ടാണ്, കായീൻ സമർപ്പിച്ചത് കൊണ്ടാണ് ദൈവം സംപ്രീതനാകാതിരുന്നത്. രക്തമില്ലാത്തത് സമർപ്പിച്ചിട്ട് കാര്യമില്ല എന്ന ഒരു വ്യാഖ്യാനം. അത് അത്ര അങ്ങോട്ട് ശരിയാകണമെന്നില്ല, എങ്കിലും തീരെ തള്ളിക്കളയാനും കഴിയില്ല. ഈ ഹെബ്രായ ലേഖനത്തിലാണ് നല്ലൊരു വ്യാഖ്യാനം കിടക്കുന്നത് കായീന്റെയും ഹാബേലിന്റെയും ബലിയെക്കുറിച്ച്. ആ വചനം ഇങ്ങനെയാണ്, ഹെബ്രായ ലേഖനം 11:4. വിശ്വാസത്താൽ ഹാബേല് ദൈവത്തിന് കായീന്റേതിലും ഉത്തമമായ ബലി അർപ്പിച്ചു, അതിനാൽ അവന് നീതിമാൻ എന്ന സാക്ഷ്യം ലഭിച്ചു. ദൈവം അവന്റെ വഴിപാടിന് സാക്ഷ്യം കൽപ്പിച്ചു. മരിച്ചതിന് ശേഷവും അവൻ വിശ്വാസത്താൽ സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. ഈ വ്യാഖ്യാനത്തിൽ ഹെബ്രായ ലേഖനം ഹാബേലിന്റെയും കായീന്റെയും ബലിയെക്കുറിച്ചുള്ള വ്യാഖ്യാനം നൽകിയിരിക്കുകയാണ്. അപ്പൊ ഇത് വളരെ പുരാതനമായ വ്യാഖ്യാനമാണ്, ബൈബിളിൽ സ്വീകരിക്കപ്പെട്ടിരിക്കുന്ന വ്യാഖ്യാനമാണ്. ഇപ്പൊ നമ്മൾ വായിച്ച വചനം, അതായത് ഹെബ്രായ ലേഖനം 11:4, നിങ്ങൾ 1, 2 പ്രാവശ്യം 3 പ്രാവശ്യം വായിച്ചു നോക്കുക. അതിൽ തന്നെ പല കാര്യങ്ങൾ വെളിപ്പെടുത്തിയിട്ടുണ്ട്. ഒന്ന്, വിശ്വാസമില്ലായ്മ. ഹാബേല് ദൈവത്തിലുള്ള സത്യവിശ്വാസത്തോടെ അർപ്പിച്ചതാണ് ഹാബേലിന്റെ ബലി. ദൈവത്തിലുള്ള സത്യവിശ്വാസത്തോടെ. വിശ്വാസമില്ലാതെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയില്ല. ഹെബ്രായ ലേഖനം 11:6 പറയുന്നുണ്ട്, വിശ്വാസമില്ലാതെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയില്ല. കായീൻ വിശ്വാസത്താൽ പ്രേരിതമായിട്ടല്ല വഴിപാട് കൊണ്ടുവന്നതും യാഗം കഴിച്ചതും. വിശ്വാസം കൂടാതെ ചെയ്യുന്ന എന്തും പാപമാണ്. റോമാലേഖനം 14:23. ഈ 2 വചനങ്ങൾ നമുക്ക് ഒന്നുകൂടി കേൾക്കുക. ഹെബ്രായ ലേഖനം 11:6, റോമാലേഖനം 14:23. വിശ്വാസമില്ലാതെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയില്ല. 1. 2, വിശ്വാസം കൂടാതെ ചെയ്യുന്ന എന്തും
പാപമാണ്. റോമാലേഖനം 14:23. നമ്മൾ ഈ സീറോ മലബാർ സഭയിലെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ പലപ്പോഴും കേൾക്കുന്ന ഒരു പ്രധാനപ്പെട്ട ആരോപണം ഇതിന്റെ തലപ്പത്തിരിക്കുന്ന പലർക്കും ദൈവത്തിൽ വേണ്ടത്ര വിശ്വാസമില്ല എന്നാണ്. അല്ലെങ്കിൽ ഇതുപോലെ കുർബാന എന്ന് പറഞ്ഞ പരമപരിശുദ്ധ കുർബാനയെ ഇതുപോലെ ചവിട്ടിക്കൂട്ടാൻ അവര് അനുവദിക്കുമായിരുന്നില്ല. ആഭിചാര കുർബാന അർപ്പിച്ച വൈദികരെ പോലെ തന്നെയാണ് ഇങ്ങനെ അഴകുഴമ്പനായി ലിറ്റർജിയെ പരസ്യമായി പൊതുജനത്തിന് മുമ്പിൽ അപഹാസ്യപാത്രമാക്കുന്ന സഭാ നേതൃത്വവും. ബേസിക് ആയിട്ട് അവർക്ക് വിശ്വാസമില്ലായ്മയുണ്ടെന്നാണ് പൊതുജനത്തിന്റെ കണക്കുകൂട്ടല്. സത്യം എന്തോ, പക്ഷെ അങ്ങനെയാണ് പൊതുജനം കണക്കാക്കുന്നത്. അപ്പോൾ വിശ്വാസമില്ലായ്മ. ഹാബേല് വിശ്വാസത്താൽ ദൈവത്തിന് ബലിയർപ്പിച്ചു, കായീൻ വിശ്വാസമില്ലാതെ അർപ്പിച്ചു എന്നുള്ളതാണ്. വിശ്വാസമില്ലാതെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയില്ല. വിശ്വാസം കൂടാതെ ചെയ്യുന്നത് എന്തും പാപമാണ്. നമ്മളിപ്പോൾ ഇത് വലിയ ദൈവശാസ്ത്രം നോക്കണ്ട. നമ്മൾ ഭക്ഷണം കഴിക്കാൻ ഇരിക്കുമ്പോൾ അത് നല്ലതാണ് എന്നുള്ളൊരു ബോധ്യത്തിൽ കഴിച്ചില്ലെങ്കിൽ അത് വിഷമായി മാറും, ഇല്ലേ? നമ്മളത് ചീത്തയാണ്, വിഷമാണെന്ന് കരുതിയിട്ട് അല്ലെങ്കിൽ ഇഷ്ടമില്ലാതെ കഴിച്ചാൽ അത് വിഷമായിട്ട് മാറും. അപ്പൊ നമ്മൾ കഴിക്കുന്നത് പോലും സാധാരണ ഭക്ഷണം കഴിക്കുന്നത് പോലും ഉത്തമ വിശ്വാസത്തോടെ വേണം. വിശ്വാസമില്ലെങ്കിൽ ചെയ്യുന്നത് എന്തും പാപമാണ്. അതാണ് ഒന്നാമത്തെ കാരണം. 2, നിയോഗത്തിലെ പാളിച്ച. അവിടെ എഴുതിയിരിക്കുകയാണ്, ഹാബേല് ദൈവത്തിന് കായീന്റേതിനേക്കാളും ഉത്തമമായ ബലിയർപ്പിച്ചു. ഉത്തമം. കായീന്റെ വഴിപാട് ഉത്തമം ആയിരുന്നില്ല. അവിടെ ധാർമ്മിക പ്രശ്നമാണ് വെളിപ്പെടുത്തുന്നത്. അർപ്പകന്റെ മനോഭാവം അർപ്പണം സ്വീകരിക്കാൻ അത്യാവശ്യമാണ്. അർപ്പകന്റെ മനോഭാവം അർപ്പണം സ്വീകരിക്കാൻ അത്യാവശ്യമാണ്. ശരിയായ നിയോഗത്തോടെയല്ല ബലി അർപ്പിക്കുന്നതെങ്കിൽ അത് അസാധുവാണ്. കാരണം ദൈവം അത് സ്വീകരിക്കുന്നില്ല. ദൈവം സ്വീകരിക്കുന്നതിനെയാണ് സാധുവെന്ന് പറയണേ. ദൈവം സ്വീകരിക്കുന്നില്ലെങ്കിൽ അത് അസാധുവാണ്. നമ്മൾ കത്തോലിക്ക സഭയിലെ കുർബാന അർപ്പണത്തെക്കുറിച്ചുള്ള ഡോക്യുമെന്റുകൾ വായിച്ചാൽ ഏറ്റവും ലേറ്റസ്റ്റ് അടക്കം എന്താ പറഞ്ഞിരിക്കുന്നത്, ഈ കുർബാന കൊണ്ട് സഭ എന്തുദ്ദേശിക്കുന്നുവോ, സഭയുടെ നിയോഗം എന്താണോ അത് സംഭവിക്കട്ടെ എന്ന് കുർബാന അർപ്പിക്കുന്ന വൈദികന് ആ നിയോഗമില്ലെങ്കിൽ ആ കുർബാന സാധുവല്ല. സഭ എന്താണോ ആഗ്രഹിക്കുന്നത്, നിയോഗം എന്ന് പറഞ്ഞാൽ ആളുകളെ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ, എന്റെ അപ്പന് വേണ്ടി പ്രാർത്ഥിക്കാൻ, അമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ എന്നൊക്കെ പറഞ്ഞു കൊടുക്കും. ആ നിയോഗമല്ല ഉദ്ദേശിക്കുന്നത്. ആ നിയോഗം പലപ്പോഴും അനൗൺസ് ചെയ്യും. അതല്ലാതെ സഭയ്ക്കൊരു നിയോഗമുണ്ട്. ഈ കുർബാന എന്ന് പറയുന്നത് കർത്താവ് സഭയാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. അപ്പൊ സഭ ഈ കുർബാന കൊണ്ട് എന്താണോ ഉദ്ദേശിക്കുന്നത് അത് സംഭവിക്കട്ടെ എന്ന് കുർബാന അർപ്പിക്കുന്ന അച്ഛന് നിയോഗമില്ലെങ്കിൽ, ആ ഉദ്ദേശമില്ലെങ്കിൽ ആ കുർബാന സാധുവല്ല. നമ്മളിപ്പോ ഒരു കാനലിൽ പറയുന്ന സംഗതി കൂടി ഞാൻ പറയാം. ഇതിനോട് ബന്ധപ്പെട്ട് ഒരാൾ ആക്സിഡന്റ് ആയിട്ട് മരിക്കാൻ പോകുകയാണ്. ആക്സിഡന്റ് ആയിട്ട് മാമോയിസം സ്വീകരിക്കാത്ത ഒരാളാണ്, മരിക്കാൻ പോകുകയാണ്. അയാൾക്ക് മാമോയിസം സ്വീകരിക്കണം. അച്ഛന്മാരാരുമില്ല, ഇയാളെ കൊണ്ടുപോകാനും നിവൃത്തിയില്ല. സഭയുടെ നിയമം അനുസരിച്ച്, പ്രത്യേകിച്ചും ലത്തീൻ സഭയുടെ നിയമം അനുസരിച്ച് ഒരു ഹിന്ദുവിനോ മുസ്ലിമിനോ പോലും മാമോയിസം മുക്കാം. പക്ഷെ 2 കാര്യങ്ങൾ വേണം. ഒന്ന്, ഇയാൾ പറയണ, ഈ മരിക്കാൻ പോകുന്ന ആൾ പറയണെങ്കിൽ മാമോയിസം സ്വീകരിക്കണം. മരണസമയത്ത് വേറെ എങ്ങും കൊണ്ടുപോകാനുള്ള സാധ്യതയൊന്നും ഇല്ല. ഒരു അച്ഛനെ കൊണ്ടുവരാൻ സമയമില്ല. അപ്പൊ ഒരു ഹിന്ദു അല്ലെങ്കിൽ മുസ്ലിമോ ആണ് അവിടെ ഉള്ളതെങ്കിൽ അയാൾക്ക് ഇതേക്കുറിച്ച് ബോധ്യമുണ്ടെങ്കിൽ അയാൾക്ക് മാമോയിസം കൊടുക്കാം. ക്രിസ്ത്യാനി തന്നെ ആകണം നിർബന്ധമൊന്നുമില്ല, കത്തോലിക്കാനും നിർബന്ധമില്ല. ഹിന്ദുവിനോ മുസ്ലിമിനോ മാമോയിസം കൊടുക്കാം മരണസമയത്ത്. പക്ഷെ 2 കാര്യങ്ങൾ വേണം. ഒന്ന്, പിതാവിന്റെയും പുത്രനെയും പരിശുദ്ധ നാമത്തിൽ നിന്ന് ഞാൻ മാമോയിസം മുക്കുന്നെന്ന വാക്ക് അങ്ങനെ തന്നെ പറയണം. അതിൽ മിസ്റ്റേക്ക് പാടില്ല. 2, കത്തോലിക്ക സഭ എന്താണോ ഈ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതുകൂടെ സംഭവിക്കട്ടെ എന്നുള്ള നിയോഗം വേണം. എന്നിട്ട് വെള്ളമൊഴിച്ചാൽ മാമോദീസയായി. പിന്നെ അത് ഇനിയിപ്പോൾ അയാൾ ജീവിക്കുകയാണെങ്കിൽ രജിസ്റ്ററിൽ വേറെ മാമോയിസം മുക്കണ്ട, രജിസ്റ്ററിൽ കയറ്റാം. അപ്പോൾ 2 കാര്യങ്ങളാണ്. ഒന്ന്, അതിന്റെ ആ ഫോം. മറ്റൊന്ന്, സഭയുടെ നിയോഗം, കണ്ടന്റ്, ഉള്ളടക്കം. സഭ ഇതുകൊണ്ട് എന്താണോ ഉദ്ദേശിക്കുന്നത്, കത്തോലിക്ക ഇതുകൊണ്ട് എന്താണോ ഉദ്ദേശിക്കുന്നത് അത് നടക്കട്ടെ എന്നുള്ള പ്രാർത്ഥന വേണം. അത് വേണം, ആ നിയോഗം വേണം. നമ്മൾ ഈ ഏകീകൃത കുർബാന, അതായത് ഉച്ച കഴിഞ്ഞ് 3 മണിക്ക് 3:30 ചൊല്ലുന്ന കുർബാനയിൽ അച്ഛന്മാർക്ക് അങ്ങനെ നിയോഗമുണ്ടോ? പലർക്കും സംശയമുണ്ട്. അവർക്ക് ഈ ലിറ്റർജിക്കൽ വേരിയന്റ് പോലത്തെ എന്തോ അനുവദിച്ച് കിട്ടാൻ, അതായത് ഷെഡ്യൂൾഡ് കുർബാന, ജനാഭിമുഖ കുർബാന അനുവദിച്ച് കിട്ടാൻ വേണ്ടി ചെയ്യുന്ന ഒരു തട്ടിപ്പ് പരിപാടിയല്ലേ ഈ ഏകീകൃത കുർബാന എന്ന് പലർക്കും സംശയമുണ്ട്.
അതുകൊണ്ടാണ് ഈ ജനാഭിമുഖ കുർബാനയിൽ പങ്കെടുക്കാൻ അവർക്ക് താല്പര്യമില്ലാത്തത്. ഏകീകൃത കുർബാനയിൽ പങ്കെടുക്കുന്നത് ഉച്ച കഴിഞ്ഞ് 3:30. കാരണം എന്താ? അവർക്ക് നിയോഗമുണ്ടോ എന്ന് ജനങ്ങൾക്ക് സംശയം. നിയോഗമുണ്ടോന്ന് ഈ വൈദികന് സഭ എന്ത് ആഗ്രഹിക്കുന്നുവോ അത് ചെയ്യാൻ ഈ കൊച്ചച്ചന്മാരും പട്ടം കിട്ടിയവർക്കും ഇങ്ങനെ ശുദ്ധമായ നിയോഗമുണ്ടോ എന്ന് സംശയമുണ്ട് ആളുകൾക്ക്. മെത്രാപ്പൊലീത്ത അർപ്പിച്ച കുർബാനയ്ക്കും ഇങ്ങനെ ഒരു നിയോഗമുണ്ടോ എന്ന് സംശയിക്കുന്നവർ നമ്മുടെ സഭയിലുണ്ട്. സംശയത്തിലാണ് ഇപ്പൊ കുർബാന നടക്കണേ. ഏത് മെത്രാപ്പൊലീത്ത അർപ്പിക്കുന്ന കുർബാന പോലും സാധുവാണോ നിയമാനുസൃതമാണോ എന്ന് പൊതുജനത്തിന്, വിശ്വാസികൾക്ക് സംശയം. ഇങ്ങനെ സംശയത്തിൽ നിലനിർത്തുന്നത് എത്ര വലിയ അപരാധമാണ്, എത്ര വലിയ അപരാധമാണ്. അത് ചിന്തിക്കാൻ പോലും മറ്റുള്ള മെത്രാമാർക്കും കഴിയാത്തതൊക്കെ നമ്മുടെ സഭയുടെ ദുരന്തം എന്നല്ലാതെ മറ്റൊരു വാക്കുകൊണ്ടും ചിഹ്നപ്പെടുത്താൻ കഴിയില്ല അതിനെ. കായീന്റെ നിയോഗത്തിൽ പാളിച്ച ഉണ്ടായിരുന്നു എന്നാണ് ഹെബ്രായ ലേഖനം പറയണേ. ഉത്തമമായിരുന്നില്ല, ഉത്തമമായി നിയോഗമുണ്ടായിരുന്നില്ല. 3 ഹെബ്രായ ലേഖനം 11:4 കാര്യം പറയണേ. മരിച്ച ശേഷവും ഹാബേൽ വിശ്വാസത്താൽ സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. നിന്റെ സഹോദരന്റെ രക്തം, അവൾ ജീവൻ, മണ്ണിൽ നിന്ന് എന്നെ വിളിച്ചു കരയുന്ന ശബ്ദം കേൾക്കുമെന്ന് ദൈവം കായീനോട് പറയുന്നുണ്ട്. ഉൽപ്പത്തി 4:10. നിന്റെ സഹോദരന്റെ രക്തം, മരിച്ചിട്ടാണല്ലോ, മരിച്ചതിന് ശേഷമാണല്ലോ, രക്തം മണ്ണിൽ നിന്ന് തന്നെ വിളിച്ച് കരയുന്നു. ഇത് നമ്മുടെ പെന്തക്കോസ്തക്കാരും യഹോവ സാക്ഷികളൊക്കെ കേൾക്കണം കേട്ടോ. നിന്റെ സഹോദരന്റെ രക്തം, അതായത് ജീവൻ, മണ്ണിൽ നിന്ന് എന്നെ വിളിച്ച് കരയുന്ന ശബ്ദം നീ കേൾക്കൂ. മരിച്ച ആളുടെ പ്രാണൻ, ജീവൻ, രക്തം ദൈവത്തെ വിളിച്ച് കരയുന്നു. അതായത് നീതിമാന്മാർ മരിച്ചാലും അങ്ങേ ലോകത്ത് ജീവിച്ചിരിക്കുന്നുവെന്നും അവർ നമ്മോട് സംസാരിക്കുന്നുവെന്നുമാണ് ഇതിന്റെ ധ്വനി. ഈ വിശ്വാസം കായീനില്ലായിരുന്നു. മാത്രമല്ല വേറെ അർത്ഥം കൂടി ഉണ്ടാകാം. വിശ്വാസത്തിലൂടെ ഇന്നും നിലനിൽക്കുന്ന സാക്ഷ്യം നൽകിക്കൊണ്ടിരിക്കുകയാണ് ഹാബേല്. വിശുദ്ധനായ ഹാബേൽ ഇന്നും ജീവിച്ചിരിക്കുകയാണ്, ഇപ്പൊ സാക്ഷ്യം നൽകുകയാണ്. അദ്ദേഹത്തിന്റെ ജീവിതം ഇന്നും നമ്മൾ സംസാരിക്കുകയാണ്. അപ്പോൾ വിശുദ്ധരുടെ സാക്ഷ്യം, അവർ ജീവിച്ചിരിക്കുന്നു. വിശുദ്ധരുടെ മാധ്യസ്ഥം, അവർ വിളിച്ച് കരയുന്നു, ദൈവത്തെ വിളിച്ച് കരയുന്നു, പ്രാർത്ഥിക്കുന്നു. ഇത്തരം കാര്യങ്ങളിലൊന്നും കായീന് വിശ്വാസമില്ല. കായീൻ നമ്മുടെ പെന്തക്കോസ്തക്കാരെ പോലെയും യഹോവ സാക്ഷികളെ പോലെയും ദൈവസഭക്കാരെ പോലെയും ക്രിസ്റ്റഡൽഫൻസിനെ പോലെയും അങ്ങനെയുള്ള കത്തോലിക്ക സഭ വിട്ടുപോയവരെ പോലെയാണ്. അവർക്കൊന്നും കൂലാശിയില്ല. നമ്മുടെ വിമത വൈദികരുടെ അവസ്ഥ തന്നെയല്ലേ? വിമത വൈദികരുടെ അവസ്ഥ ഇതേ പ്രശ്നം തന്നെയാണ്. അവര് കത്തോലിക്ക സഭയുടെ കുർബാനയാണോ അർപ്പിക്കണേ? അല്ലല്ലോ. ഏതൊരു ഏകം സ്വതന്ത്ര സഭയുടെ അത് കുർബാനയാകുന്നത് എങ്ങനെ? ദൈവം അതിൽ പ്രസാദിക്കുന്നത് എങ്ങനെ? ദൈവം പ്രസാദിക്കില്ല. കായീന്റെ വഴിപാടിൽ ദൈവം പ്രസാദിക്കാതിരുന്നത് പോലെ തന്നെയാണ് ഇവിടെയും. 4-മത്തെ ഒരു കാരണം, മഹാപ്രളയത്തിന് മുമ്പ് ജീവിച്ചിരുന്ന നീതിമാന്മാര് 3 ലക്ഷ്യങ്ങളോടെയാണ് യാഗമോ വഴിപാടോ കഴിച്ചിരുന്നത്. മഹാപ്രളയത്തിന് മുമ്പ്. അപ്പോ ഈ കായീനൊക്കെ അതിന് മുമ്പാണല്ലോ. മഹാപ്രളയം ലോക ചരിത്രത്തെ 2ആക്കി തിരിച്ചു. പ്രളയത്തിന് മുമ്പ്, പ്രളയത്തിന് ശേഷം. മഹാപ്രളയത്തിന് മുമ്പ് 3 ലക്ഷ്യങ്ങളോടെയാണ് നീതിമാന്മാര് യാഗമോ വഴിപാടോ അർപ്പിച്ചിരുന്നത്. ഒന്നാമതായി, പാപം മൂലം മനുഷ്യൻ തന്റെ പ്രാണനെ കൊലയ്ക്ക് കൊടുക്കുന്നുവെന്ന് ബോധ്യപ്പെടുത്താൻ. എന്തിനാണ് മൃഗബലി? പ്രത്യേകിച്ചും ഹാബേല് ആട്ടിൻകുട്ടികളൊന്ന് കൊടുത്തു. മനുഷ്യൻ തന്റെ പ്രാണനെ കൊലയ്ക്ക് കൊടുക്കുകയായിരുന്നു പാപത്തിലൂടെ. അത് ബോധ്യപ്പെടുത്താനാണ് ഈ ഒരു കുഞ്ഞാടിന് ബലി കൊടുക്കുന്നത്. മനുഷ്യൻ പാപം മൂലം അവന്റെ തന്നെ പ്രാണനെ കൊലയ്ക്ക് കൊടുക്കുകയായിരുന്നു എന്ന് ബോധ്യപ്പെടുത്താൻ. അതിനാണ് ഒരു മൃഗത്തെ ബലി ചെയ്യുന്നത്, കൊലയ്ക്ക് കൊടുക്കുന്നത്. ഒന്നാമത്തെ അർത്ഥം ഈ ബലിയുടെ. 2, പിശാചൻ ആദ്യ സർപ്പത്തിന്റെ തല തകർക്കാനുള്ളതാണ് എന്ന് ഓർമ്മപ്പെടുത്താൻ. അപ്പൊ ഒരു ആടിനെ, ഒരു കാളയെ കൊല്ലുമ്പോൾ സർപ്പത്തെ തല തകർക്കുകയാണ് എന്ന്, അതും ആ ദൗത്യം നമുക്ക് തന്നിരിക്കുന്നെന്ന് ബോധ്യപ്പെടുത്താൻ. പിശാചൻ ആദ്യ സർപ്പത്തിന്റെ തല തകർക്കാനുള്ളതാണ് എന്ന് ഓർമ്മപ്പെടുത്താൻ. 3, ഒരു സൃഷ്ടിയെയും ദേവനോ ദേവിയോ ആയി സങ്കല്പിച്ച് ആരാധിക്കരുതെന്ന് വ്യക്തമാക്കാൻ. ഒരു സൃഷ്ടിയെയും ദേവനോ ദേവിയോ ആയി സങ്കല്പിച്ച് ആരാധിക്കരുതെന്ന് വ്യക്തമാക്കാൻ. ഹാബേല്, ഹെനോക്ക്, നോഹ എന്നിവർ ഈ വെളിപാടിനോട് പ്രസാദാത്മകമായി പ്രതികരിച്ചു. പക്ഷെ ഇക്കാര്യങ്ങളൊന്നും കായീന്റെ വഴിപാടിൽ വെളിപ്പെട്ടിട്ടില്ല. ഈ 3 കാര്യങ്ങൾക്ക് വേണ്ടിയാണ് ബലി അർപ്പിക്കേണ്ടത്. അത് കായീന്റെ വെളിപാടിൽ ഇത് 3 കാര്യങ്ങളില്ല. 5, യഹൂദ റബ്ബിമാര്. ഇതൊക്കെ ഞാൻ ബൈബിളിന്റെ വെളിച്ചത്തിൽ പറഞ്ഞതാണ്, ഇപ്പൊ നമ്മുടെ കയ്യിലുള്ള ബൈബിളിന്റെ വെളിച്ചത്തിൽ. ഈ യഹൂദ റബ്ബിമാര് ഈ സംഭവത്തെ, കായീന്റെ ബലിയെ എങ്ങനെയാണ് വ്യാഖ്യാനിച്ചത്?
അതെന്റെ യഹൂദ റബ്ബിമാരുടെ വ്യാഖ്യാനം എന്ത്? അതെന്റെ ഗവേഷണത്തിൽ ഒരു ഭാഗമായിരുന്നു. അങ്ങനെ ഞാൻ അന്വേഷിച്ചു ചെന്നപ്പോൾ സെപ്തുജിന്ത് പാഠാന്തരം, സെപ്തുജിന്ത് എന്ന് പറഞ്ഞാൽ ഗ്രീക്ക് പരിഭാഷ, ഹീബ്രു മൂല പാഠത്തിന്റെ ഗ്രീക്ക് പരിഭാഷയാണ് സെപ്തുജിന്ത്. അത് തയ്യാറാക്കപ്പെട്ടത് ക്രിസ്തു ജനിക്കുന്നതിന് മുൻപാണ്. BC 250 അതിന്റെ തർജ്ജമ തുടങ്ങിയത്. ഒരു BC 150 അല്ലെങ്കിൽ 100 ആയപ്പോഴേക്കും അതിന്റെ പരിഭാഷയായിട്ട് പൂർത്തിയായി. അത് ആ ബൈബിളാണ് ആദിമസഭയുടെ ബൈബിള്. അതായത് ക്രിസ്തുവിന്റെ ബൈബിള്, മറിയത്തിന്റെ ബൈബിള്, ജോസഫിന്റെ ബൈബിള്, പത്രോസിന്റെയും പൗലോസിന്റെയും തോമായുടെയും ഒക്കെ ബൈബിള് ഈ സെപ്തുജിന്താണ്. നിങ്ങൾ പുതിയ നിയമത്തിൽ ഉദ്ധരണികൾ നോക്കിയാൽ മിക്കവാറും എല്ലാം തന്നെ ഈ സെപ്തുജിന്തിൽ നിന്നാണ്. അപ്പോൾ ഈ സെപ്തുജിന്തിൽ കാണുന്ന ഒരു വ്യാഖ്യാനമാണ് യഹൂദ റബ്ബിമാർ കൊടുത്തിരിക്കുന്ന വ്യാഖ്യാനമാണ്. യഹൂദ റബ്ബിമാരാണ് ഈ സെപ്തുജിന്ത് തയ്യാറാക്കിയത്. അപ്പൊ അവരൊരു വ്യാഖ്യാനത്തോടു കൂടിയാണ് തർജ്ജമ ചെയ്തിരിക്കുന്നത്. ഉൽപ്പത്തി 4:7 ഹീബ്രുവിൽ ഇങ്ങനെ കിടക്കുന്നത്: നീ നന്മ ചെയ്യുന്നുവെങ്കിൽ പ്രസാദമുണ്ടാകയില്ലയോ? നീ നന്മ ചെയ്യുന്നുവെങ്കിൽ പ്രസാദമുണ്ടാകയില്ലയോ? ഉൽപ്പത്തി 4:7. പക്ഷെ ഇതിന്റെ സെപ്തുജിന്ത് പാഠാന്തരം ഒരല്പം അന്തരമുള്ളതാണ്. അത് യഹൂദ റബ്ബിമാര് നൽകിയിരിക്കുന്ന വ്യാഖ്യാനം അടക്കമുള്ള ഒരു തർജ്ജമയാണ്. എന്നാണ് ആ ഭാഗം എങ്ങനെയാണ് തർജ്ജമ ചെയ്തിരിക്കുന്നത്? നീ ശരിയായി വഴിപാട് കൊണ്ടുവരികയും ശരിയായ രീതിയിൽ ഭാഗിച്ച് വിതരണം ചെയ്യുകയും ചെയ്യാത്തത് കൊണ്ടല്ലേ നീ പാപം ചെയ്തത്. നീ ശരിയായി വഴിപാട് കൊണ്ടുവരികയും ശരിയായ രീതിയിൽ ഭാഗിച്ച് വിതരണം ചെയ്യുകയും ചെയ്യാത്തത് കൊണ്ടല്ലേ നീ പാപം ചെയ്തത്. ഇങ്ങനെയാണ് പരിഭാഷ. നിങ്ങൾക്ക് സെപ്തുജിന്ത് ആരെങ്കിലും കയ്യിലുണ്ടെങ്കിൽ ഇംഗ്ലീഷ് എടുത്ത് നോക്കിയാൽ കാണാം. എന്ന് വെച്ചാൽ എന്താ അർത്ഥം? ശരിയായ രീതിയിൽ ഭാഗിച്ച് വിതരണം ചെയ്തില്ല, ബലിയുടെ ആചാരങ്ങൾ കൃത്യമായി പാലിച്ചില്ല, ആചാര ലംഘനം. ബലിക്ക് ചില ആചാരങ്ങളുണ്ട്, അത് കൊണ്ടുവരുന്ന രീതിയുണ്ട്, അത് ഭാഗിക്കുന്ന രീതിയുണ്ട്, അത് വിതരണം ചെയ്യുന്ന രീതിയുണ്ട്. അതിന് ഈ ബലിക്ക് ചില ആചാരങ്ങളും അനുഷ്ഠാനങ്ങളുമുണ്ട്. അത് പാലിക്കാതിരുന്നത് കൊണ്ടാണ് കായന്റെ ബലി സ്വീകരിക്കപ്പെടാതിരുന്നത്. ആചാര ലംഘനമാണ്. എങ്ങനെ ഭാഗിക്കണം, ആർക്കൊക്കെ ഭാഗിക്കണം, ഏത് ഭാഗങ്ങളെല്ലാം എല്ലാം കൃത്യമായ അനുഷ്ഠാന വിധികളുണ്ടായിരുന്നു. എന്തിനാണ് ആചാരങ്ങൾ, എന്തിനാണ് അനുഷ്ഠാനങ്ങൾ? ഇതെല്ലാം വിശ്വാസത്തിന്റെ ഭാഗമാണോ എന്ന് വിമതര് ചോദിക്കുന്ന പോലെ കായിനും ചോദിച്ച് അവഗണിച്ചു. ആ കായിന്റെ ബലി ദൈവം സ്വീകരിച്ചില്ല. ആചാരങ്ങൾ ലംഘിച്ചുകൊണ്ടും അനുഷ്ഠാനങ്ങൾ ലംഘിച്ചുകൊണ്ടും കായിനർപ്പിച്ച ബലി ദൈവം സ്വീകരിച്ചില്ല. ഇപ്പോ ഞാൻ ഇത്രയും പറഞ്ഞു വരുമ്പോൾ കൽദായ വിഷം ചീറ്റുന്ന മാണിപ്പറമ്പിന്റെ കണ്ടുപിടുത്തം എന്ന് പറഞ്ഞിട്ട് പൊങ്കാലയിടാൻ കുറെ പേര് വരാൻ സാധ്യതയുണ്ട്. അവരിപ്പോ വീഡിയോ കാണുകയാണെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ അവർക്കൊന്ന് അയച്ചു കൊടുത്തോളൂ. ഈ വിമതരുടെ കൂട്ടത്തിലൊക്കെ ഒന്ന് അയച്ചു കൊടുത്തോളൂ. ഇതെന്റെ കണ്ടുപിടുത്തമല്ല. നിങ്ങൾക്ക് സെപ്തുജിന്ത് പരിഭാഷ നിങ്ങളുടെ കയ്യിൽ കാണും. ഇല്ലെങ്കിൽ നിങ്ങൾ ഇപ്പൊ എല്ലാം ചാറ്റ് GPT ആണല്ലോ നിങ്ങൾ നോക്കുന്നത്, അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്. അവിടെ നിന്ന് ചെയ്ത് നോക്കിക്കോളൂ. അതിന് വ്യാഖ്യാനം ചെയ്ത് കൊടുത്ത് നോക്കൂ. ഞാൻ പറഞ്ഞ പോലെ അവിടെ ഉണ്ടോ എന്ന്. മാണിപ്പറമ്പലച്ചന്റെ വ്യാഖ്യാനം കണ്ടുപിടുത്തൊന്നും അല്ലത്. ആചാര ലംഘനം. നീ ശരിയായ രീതിയിൽ വഴിപാട് കൊണ്ടുവന്നില്ല, ശരിയായ രീതിയിൽ ഭാഗിച്ചില്ല, ശരിയായ രീതിയിൽ വിതരണം ചെയ്തില്ല. ആചാരങ്ങൾ, ബലിയുടെ ആചാരങ്ങൾ നീ പാലിച്ചില്ല, അനുഷ്ഠാനങ്ങൾ നീ പാലിച്ചില്ല. അതുകൊണ്ടാണ് നീ പാപം ചെയ്തത്. ഇപ്പൊ വിമതരെ ചെയ്യുന്നത് ഇത് തന്നെയല്ലേ? സഭ പറഞ്ഞിരിക്കുന്ന ചില ആചാരങ്ങളും അനുഷ്ഠാനങ്ങളുമുണ്ട്, അത് പാലിക്കുന്നില്ല. ഈ പല രൂപതകളിലും മെത്രാമക്ക് അവകാശങ്ങളുണ്ട്, അവരുടെ ചില സവിശേഷ അധികാരങ്ങളുണ്ട്. ദേവാലയ പിരി വേണോ വേണ്ടേ എന്നൊക്കെ നിശ്ചയിക്കുന്നത് മെത്രാന്മാരുടെ അധികാരം തന്നെയാണ്. പക്ഷേ സഭയോട് ചേർന്ന് ചിന്തിക്കുന്ന മെത്രാന്മാർ എന്താ വിചാരിക്കുക? എന്റെ അവകാശം ഉപയോഗിക്കാമെന്നാണോ അതോ സഭയിൽ ഏകീകൃത രീതി കൊണ്ടുവരാൻ ശ്രമിക്കുമെന്നാണോ? വ്യത്യാസം മനസ്സിലായ? സീറോ മലബാർ സഭയിൽ ഐക്യം വരണമെങ്കിൽ ലിറ്ററേച്ചറിൽ ഐക്യം വേണം. അപ്പൊ ഓരോ മെത്രാനും അവർക്കുള്ള വിശേഷ അധികാരങ്ങൾ ഉപയോഗിച്ചിട്ട് ആ അധികാരം കാണിക്കാൻ വേണ്ടി എക്സെപ്ഷൻസ് കൊടുത്താൽ എപ്പോഴെങ്കിലും ഏകീകൃത രൂപം ഉണ്ടാവുമോ കത്തോലിക്ക സീറോ മലബാർ സഭയിൽ? ഇല്ല. മെത്രാമാർക്ക് കിട്ടിയ സവിശേഷ ആനുകൂല്യം അല്ലെങ്കിൽ ആ വിശേഷ അധികാരം അത് ഉപയോഗിക്കേണ്ടത് എങ്ങനെയാണ്? സഭയിൽ ഐക്യതയുണ്ടാകാൻ ഏതെല്ലാം ഘടകങ്ങൾ വേണോ അതൊക്കെ ഉൾപ്പെടുത്തുകയാണ് വേണ്ടത്, അല്ലാണ്ട് എക്സെപ്ഷൻ കൊടുക്കല്ല വേണ്ടേ. അപ്പോൾ ശരിക്കും ഏകീകൃത രൂപം ഉണ്ടാകണമെങ്കിൽ മെത്രാന്മാരുടെ അധികാരം ഉപയോഗിക്കുന്നതിന് പകരം ഐക്യതയെക്കുറിച്ച്, സഭയുടെ ഐക്യതയെക്കുറിച്ച് ചിന്തിക്കണം. സഭ ഒന്നാമതായിട്ട് വരണം. യേശുക്രിസ്തുവിന്റെ ഒപ്പം വരേണ്ടതാണ് യേശുക്രിസ്തുവിന്റെ സഭ. അങ്ങനെ വന്നാലേ ഐക്യതയുണ്ടാകൂ. അപ്പോൾ ആചാരങ്ങൾക്കും അനുഷ്ഠാനങ്ങൾക്കും ഇതെല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. മെത്രാന്മാർക്ക് ചില വിശേഷ അധികാരങ്ങൾ കൊടുത്തിട്ടുണ്ടെങ്കിലും ഇങ്ങനെയാണ് വേണ്ടത്, ആദർശപൂർണ്ണമായിട്ട് ഇങ്ങനെയാണ് വേണ്ടത്, അതിനോട് ചേർന്ന് ചിന്തിക്കാൻ കഴിയണം.
അപ്പോഴാണ് ഈ പറഞ്ഞ പോലെ ദൈവം പ്രസാദിക്കുക, ശരിക്കും പ്രസാദിക്കുക. അധികാരം കാണിക്കാൻ വേണ്ടി ചെയ്താൽ അത് അത്ര ദൈവത്തിന് പ്രസാദിക്കുന്ന കാര്യമല്ല. കർത്താവിന്റെ അവസാനത്തെ പ്രാർത്ഥന മുഴുവൻ പൗരോഹിത്യത്തിന്റെ ഐക്യതയ്ക്ക് വേണ്ടിയും സഭയുടെ ഐക്യതയ്ക്കും വേണ്ടിയാ. എന്തുമാത്രം കർത്താവ് തീക്ഷ്ണമായി ആഗ്രഹിച്ചിട്ടാണ് ഈ പ്രാർത്ഥന നടത്തുന്നത് പിതാവായ ദൈവത്തോട്. കർത്താവിന്റെ ചാവരുൾ എന്ന് പറയുന്നത് ഈ ഐക്യതയ്ക്ക് വേണ്ടിയുള്ളതാണ്. അത് നമ്മുടെ മെത്രാന്മാരുടെ തലയിൽ കയറണം. കർത്താവിന്റെ മനസ്സ് അവർക്കുണ്ടാകണം. കർത്താവ് എന്ത് ചിന്തിക്കുന്നെന്ന് തോന്നാൻ, ആലോചിക്കാൻ, ധ്യാനിക്കാൻ, കർത്താവിനോട് ചോദിക്കാൻ, അത് കേൾക്കാൻ അവർ മനസ്സ് കാണിക്കണം. അതിനൊരൽപ്പം വിനയം വേണം, എളിമ വേണം. അധികാരം എന്നുള്ള ആ ചിന്ത വിട്ടിട്ട് ഞാൻ പിതാവാണ്, ഞാൻ പിതാവാണ്, അങ്ങനെയാണ് ആളുകൾ വിളിക്കുന്നത്. ആ പിതാവ് എന്ന് പറഞ്ഞാൽ സഭയുടെ കാര്യങ്ങൾ നേരെ വഴിക്ക് കൊണ്ടുപോകുന്ന ആൾ എന്ന് കൂടി അർത്ഥമുണ്ട്. വാത്സല്യമെന്ന് മാത്രമല്ല അർത്ഥം. ഇതൊക്കെ ആരോട് പറയാൻ? 6, ഹൃദയവിശുദ്ധിയുടെ അഭാവം. കായന്റെ ബലി സ്വീകരിക്കാതിരിക്കാനുള്ള പ്രശ്നം ഹൃദയവിശുദ്ധിയുടെ അഭാവം. കായന്റെ ഹൃദയം നിർമ്മലമായിരുന്നില്ല. ദൈവം ഹൃദയങ്ങൾ പരിശോധിക്കുന്നു. 1 ശമൂവേൽ 16:7. ഉചിതമായിട്ടല്ല. ചില പരിഭാഷകൾ നീ നന്മ ചെയ്താൽ എന്നതിന് പകരം ഉചിതമായി ചെയ്താലെന്നും കൂടിയുണ്ട്. നീ ഉചിതമായി ചെയ്താൽ, നന്മ ചെയ്താലെന്നും അല്ലെങ്കിൽ ഉചിതമായി ചെയ്താൽ, അതായത് ഉചിതമായിട്ടല്ല കായൻ ചെയ്തത്, നല്ല ഉദ്ദേശത്തോടെയല്ല, നല്ല രീതിയിലല്ല കായൻ ചെയ്തത്. അപ്പൊ ഹൃദയവിശുദ്ധി കുറവുണ്ടായിരുന്നു. കായന്റെ വഴിപാടിൽ കൊണ്ടുവരുമ്പോൾ ഹൃദയവിശുദ്ധിയില്ല. ഹൃദയവിശുദ്ധിയുള്ളവരാണ് ദൈവം ഹൃദയങ്ങളെ പരിശോധിക്കുന്നത്. ഹൃദയശുദ്ധിയുള്ളവരാണ് ദൈവത്തെ കാണുക. കർത്താവ് ശംസിക പറഞ്ഞിട്ടുണ്ട് ഈ അഷ്ടസൗഭാഗ്യങ്ങളിൽ, മത്തായി സുവിശേഷം 5-ാമത്തെ അധ്യായം 8-ാമത്തെ വാക്യം, ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ. അപ്പൊ ഹൃദയശുദ്ധിയില്ല. ഹൃദയങ്ങളാണ് കർത്താവ് പരിശോധിക്കുന്നത്. 1 ശമൂവേൽ 16:7. അപ്പോ കായന്റെ ഹൃദയം നിർമ്മലമായിരുന്നില്ല, അല്ലെങ്കിൽ വിശുദ്ധിയുടെ അഭാവം ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. കായന്റെ കാഴ്ചയർപ്പണം സന്മനസ്സോടെ ആയിരുന്നില്ല. ഇതിപ്പോ നമുക്ക് ഹൃദയവിശുദ്ധി കുർബാനയുടെ കാര്യത്തിൽ മാത്രമല്ല. ഇപ്പൊ നമ്മുടെ വീട്ടില് ഇപ്പം അമ്മായിമ്മയ്ക്ക് മരുമകൾ ഭക്ഷണം കൊണ്ടു കൊടുക്കുകയാണ്. നല്ല സ്നേഹത്തോടെ അമ്മയെ കഴിക്കുന്നു പറഞ്ഞ് കൊടുക്കുമ്പോൾ ഇല്ലേ, അത് അത്ര നല്ലതല്ലെങ്കിൽ പോലും അമ്മയത് നല്ലതാണ്, അമ്മയ്ക്ക് ആരോഗ്യത്തിന് നല്ലതാണ്, രോഗം മാറാൻ നല്ലതെന്ന് പറയുമ്പോൾ ഒരു രുചി വരും. അതേസമയം ഒരു മരുമോള് ഇല്ലേ, മറ്റൊരു മരുമോള് ഇല്ലേ, വേണമെങ്കിൽ കഴിച്ചാൽ മതി, ജീവിക്കണേ കഴിച്ചാൽ മതി എന്നെ കൊണ്ട് ഇങ്ങനെ തള്ളിക്കൊടുത്താലോ? രണ്ടുപേരും കൊടുക്കുന്ന ഭക്ഷണം, പക്ഷെ ഒന്ന് വിഷമായി മാറുന്നു, ഒന്ന് മരുന്നായി മാറുന്നു. അല്ലെങ്കിൽ നമ്മൾ ഹോസ്പിറ്റലിൽ കിടക്കുക, 2 നേഴ്സുമാര്, ഒരു നേഴ്സ് വന്നിട്ട് ഇച്ചിരി വേദന ഉണ്ടാകും, സാരമില്ല അങ്ങോട്ട് നോക്കൂ എന്നൊക്കെ പറഞ്ഞ് പറയുന്നതിനിടയ്ക്ക് ഇഞ്ചക്ഷൻ തരത്തി പോയി. നമുക്കൊരു വേദന പോലും തോന്നുന്നില്ല. വേറെ ആൾ വന്ന് ഒരു കുന്തം പോലെ സാധനം കൊണ്ടുവന്ന് അങ്ങോട്ട് തിരിഞ്ഞ് കിടക്കണോ, ഇങ്ങോട്ട് തിരിഞ്ഞ് കിടക്കണോ, ഒരു ഒറ്റ കുത്ത്. നമുക്ക് ആ 2 പേരും കുത്തിവെക്കുന്നത് മരുന്നാണ്, പക്ഷെ ഒരാൾ കുത്തിവെക്കുന്നത് വിഷമായിട്ട് നമുക്ക് തോന്നും. അപ്പൊ ഈ ഹൃദയവിശുദ്ധി ഇല്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്നത് ആര് സ്വീകരിക്കും? താൻ വേണമെങ്കിൽ കഴിച്ചോ എന്ന് പറഞ്ഞ് ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ ഭക്ഷണം കഴിക്കാൻ നിൽക്കില്ല, അതിന് പകരം നമ്മൾ എഴുന്നേറ്റ് പോകും. പണ്ട് നായന്മാര് നമ്പൂതിരിമാരുടെ വീട്ടിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ 2 ഇലയിടും. ഒരു ഇലയിൽ ഇരിക്കാൻ, വേറെ ഇലയിൽ ഊണ് ഇടാൻ. അപ്പോ ഒരു നായര് ചോദിച്ചു, ഏത് ഇലയിലാണ് ഇരിക്കേണ്ടത്? താൻ ഇഷ്ടമുള്ള ഇല ഇരുന്നടോ, മറ്റേ ഞങ്ങൾ ചോറ് വിളമ്പിക്കോളാം. അങ്ങനെ പറഞ്ഞു. അങ്ങൊരു ഇലയിൽ ഇരുന്നു, ചോറിട്ടു, സാമ്പാർ ഒഴിച്ചതിന്റെ പിന്നാലെ ഈ നായർ എഴുന്നേറ്റ് പോയി. ശരിക്കുണ്ടായ കഥയാ, എനിക്കറിയാം ഏത് നായരാണ്. അതായത് നമ്പൂതിരന്മാരുടെ വീട്ടില് ഭക്ഷണം പണ്ടത്തെ രീതിയാണ്. ഭക്ഷണം കഴിക്കാൻ ചെല്ലുമ്പോൾ പായിടലൊന്നുമില്ല, തടുക്കിടലൊന്നുമില്ല നായന്മാർക്ക്. നായന്മാർ താഴ്ന്ന ജാതിയാണല്ലോ. അപ്പോ 2 ഇലയിടുകയാണ്. ഏത് ഇലയിൽ ഇരിക്കണ്ട ചോദിച്ചു പറഞ്ഞു, താൻ ഇഷ്ടമുള്ള ഇല ഇരുന്നോ. അങ്ങനെ നമ്പൂതിരി പറഞ്ഞാൽ അവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ ആ നായർക്ക് പറ്റുമോ? അതുകൊണ്ട് ഭക്ഷണം കഴിക്കാതെ എഴുന്നേറ്റ് പോയി ആ നായര്. ആത്മാഭിമാനമുള്ളവർ അങ്ങനെയാണ്, ചത്താലും സാരില്ലെന്ന് വിചാരിക്കും. ഇത് തന്നെയാണ് ഹൃദയവിശുദ്ധി ഇല്ലെങ്കിൽ. ഈ കൊടുക്കുന്നത് ഏത് വഴിപാടാണെങ്കിലും ഭക്ഷണമാണെങ്കിലും ഹൃദയവിശുദ്ധി വേണം. തീർന്നില്ല, ഹൃദയവിശുദ്ധി ഇല്ലെന്ന് മാത്രമല്ല, 7-ാമത്തെ കാരണം പറഞ്ഞേ, കുറ്റവാസനയിൽ നിന്ന് ഉയരുന്ന ധാർഷ്ട്യമുണ്ടായിരുന്നു. കുറ്റവാസനയിൽ നിന്ന് ഉയരുന്ന ധാർഷ്ട്യം ആർക്ക്? കായന്. കുറ്റവാസന ഉണ്ടായിരുന്നു. നിലം ഉഴുത് കൃഷി ഇറക്കിയതും നോക്കി പരിപാലിച്ചതും ഞാൻ. ദൈവം പ്രത്യേകിച്ച് ഒന്നും തന്നെ ചെയ്തിട്ടില്ല. ഒരുതരം കമ്മ്യൂണിസ്റ്റ് ചിന്ത. നമ്മൾ കൊയ്യും വയലെല്ലാം നമ്മുടേതാകും, പൈങ്കിളിയാ, അങ്ങനെ ഒരു പാട്ടല്ലേ? അതന്നെ. ദൈവത്തിന് ഇവിടെ എന്ത് റോള്? ഞങ്ങള് കൊയ്യും വയല് ഒക്കെ ഞങ്ങളുടെയാണ്. മുതലാളി പോലും വേണ്ട. മുതലാളിക്ക് ഞങ്ങളിലെ പണിയെടുക്കുന്നത്, തൊഴിലാളി മാത്രം മതി. മുതലാളി വേണ്ട, പണമിറക്കണ്ട, ക്യാപിറ്റൽ വേണ്ട, മൂലധനം വേണ്ട, അതൊന്നും വേണ്ട. അത്രേ
ഇങ്ങനെ തൊഴിലാളികളെ വിഗ്രഹവൽക്കരിക്കുന്ന ഒരു കമ്മ്യൂണിസ്റ്റ് ചിന്ത. ഇതാണ് ഈ കായിന്. നിലമുഴുത് കൃഷി ഇറക്കിയതും നോക്കി പരിപാലിച്ചതും ഒക്കെ ഞാൻ. ദൈവം പ്രത്യേകിച്ച് ഒന്നും തന്നെ ചെയ്തിട്ടില്ല. അപ്പൊ ഞാൻ അധ്വാനിച്ചതിന്റെ പങ്ക് എന്തിന് ദൈവത്തിന് കൊടുക്കണം? മനുഷ്യന്റെ കാര്യത്തിൽ ആകാശവാസിയായ ദൈവത്തിന് എന്ത് താല്പര്യം? അതിനാൽ ദൈവത്തിന് എന്തെങ്കിലും കൊടുക്കേണ്ടതില്ല. അപ്പൊ പിന്നെ എന്തിനാണ് വഴിപാട് കൊണ്ടുവന്നേ? അത് നാട്യമാണ്, കാപഡ്യം. കൊടുക്കാൻ ഇഷ്ടമൊന്നുമില്ല. ചില കമ്മ്യൂണിസ്റ്റുകാർ തലയിൽ മുണ്ടിട്ട് അമ്പലത്തിൽ പോകില്ലേ? ദൈവമില്ലെന്ന് പറയുകയും പോവുകയും ചെയ്യും. കാപഡ്യമല്ല അത്. തലയിൽ മുണ്ടിട്ടിട്ട കർത്താവിന്റെ അടുത്ത് പോകും, ദൈവത്തിന്റെ അടുത്തും പോകേണ്ടത്. 8, ദൈവത്തെ അംഗീകരിക്കാനുള്ള വിസമ്മതം. ഈ നേരത്തെ പറഞ്ഞ പോയിന്റിനോട് ബന്ധപ്പെട്ട് വരുന്നതാണ്. ദൈവമായുള്ള ബന്ധം അംഗീകരിക്കാൻ കാര്യം തയ്യാറല്ല. ദൈവം ഉണ്ടെന്ന് വിശ്വസിക്കുന്നത് മാത്രമല്ല, ചിലപ്പോൾ ദൈവം ഉണ്ടാകാതിരിക്കാം. അതാണ് മുമ്പത്തെ കാര്യം. ഉണ്ടെങ്കിലും ദൈവമായിട്ട് ബന്ധപ്പെടാൻ താല്പര്യമില്ല. ദൈവം സ്രഷ്ടാവാണ്, സംരക്ഷകനാണ്, പിതാവാണ്, പരിപാലകനാണ്. അവനുമായിട്ട് ബന്ധത്തിലായാലാണ് മനുഷ്യന് ഒരു സംതൃപ്തി ഉണ്ടാകുക, അവന് ജീവിത സാഫല്യം ഉണ്ടാകുക. ഇങ്ങനെയുള്ളൊരു അടുത്ത ബന്ധം, വിശ്വാസത്തിന്റെ ഒരു മറ്റൊരു ചക്രവാളാണ് ഈ പറയണേ. അതുണ്ടായിരുന്നില്ലേ കായേന്? ദൈവത്തോടുള്ള ആന്തരികമായ ഹൃദയാഭിരുചിയാണ് ബാഹ്യമായ കാഴ്ചയർപ്പണത്തിലോ വഴിപാടിലോ പ്രതിഫലിക്കേണ്ടത്. അതില്ലെങ്കിൽ പിന്നെ എന്തിനാണ് വഴിപാട് കൊണ്ടുവന്ന് വീണ്ടും ചോദിക്കാം. മറ്റുള്ളവർ എന്ത് പറയുമെന്ന് വിചാരിച്ചിട്ട്? ഹാബേൽ എന്ത് പറയും? പിന്നെ ആദാമിനും ഹവ്വയ്ക്കും വേറെ മക്കളുണ്ടായിരുന്നു. അപ്പൊ മറ്റുള്ളവർ എന്ത് വിചാരിക്കും? മനുഷ്യരെ പ്രീതിപ്പെടുത്താനാണ്, ദൈവത്തെ പ്രസാദിപ്പിക്കാനല്ല കായൻ വഴിപാട് കൊണ്ടുവന്നത്. മനുഷ്യരെ പ്രീതിപ്പെടുത്താനാണ്, ദൈവത്തെ പ്രസാദിപ്പിക്കാനല്ല കായൻ വഴിപാട് കൊണ്ടുവന്നത്. ഇത് തന്നെയല്ലേ വിമതര് ചെയ്യണേ? ദൈവത്തെ പ്രസാദിപ്പിക്കാനാ അവര് കുർബാന അർപ്പിക്കണേ? അല്ല. ദൈവത്തെ പ്രസാദിപ്പിക്കാനായിരുന്നെങ്കിൽ അവർ ഷെഡ്യൂൾഡ് സമയത്ത് ദൈവജനം വരുമ്പോൾ സഭയുടെ കുർബാന അർപ്പിച്ചേനെ. അതല്ല, അതിനോട് വിദ്വേഷം വെറുപ്പുള്ളവരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി വേണമെങ്കിൽ ഉച്ച കഴിഞ്ഞ് ഒരു ജനാഭിമുഖ കുർബാന അർപ്പിക്കാം. അത് പിന്നെയും സഹിക്കാം, അതും പാടില്ലാത്തതാണ്. പക്ഷേ ദൈവത്തെ പ്രസാദിപ്പിക്കാനാണെങ്കിൽ ഷെഡ്യൂൾഡ് സമയത്താണ് അവന്റെ സഭയുടെ കുർബാന ചൊല്ലുക. ഈ ഏകം സ്വന്തം സഭയുടെ കുർബാന ആ സമയത്ത് ചൊല്ലില്ല. ദൈവത്തെ പ്രസാദിപ്പിക്കാനാണെങ്കിൽ. ഇത് ആത്മായ മുന്നേറ്റക്കാരെ പ്രസാദിപ്പിക്കാൻ ആ ബലി ദൈവം സ്വീകരിക്കുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുവോ? സ്വീകരിക്കില്ല, ഉറപ്പാണ്. എന്താണ് അനന്തരഫലം? ഈ കായിന്റെ കാര്യത്തിൽ എന്തുണ്ടായത്? ദൈവത്തോടുള്ള ദ്വേഷവും സ്വന്തം കൂടപ്പിറപ്പിനോടുള്ള അസൂയും മൂത്ത് കായിൻ ഹാബേലിനെ വയലിൽ വെച്ച് കൊന്നുകളഞ്ഞു. അക്രമം, കൊലപാതകം. ഇതല്ലേ ബോംബ് പോലെ പടക്കമെറിയ, കട്ടില് സമരം, വൈദികനെ സഭയുടെ കുർബാന ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോൾ വൈദികനെ അടിച്ചിറക്കുക, അതൊരു വൈദികന്റെ നേതൃത്വത്തില്. അരമന കയ്യേറുക, കുപ്പിയേറിയ, കർത്താവിനെ കുപ്പിയേറിയ, ആഭിചാര കുർബാന അർപ്പിക്കുക, കയ്യേറ്റം ചെയ്യുക, സകല തരത്തിലുള്ള അക്രമവാസനകൾ. ഇതെല്ലാം കൊലപാതകമാണ്. കായേന്റെ കൊലപാതകം അതിന് തുല്യമാണ് ഇതൊക്കെ. എത്ര കൃത്യമായിട്ടാണ് ഈ കായേന്റെ കഥയും വിമതയുടെ കഥയും ഒത്തുവരുന്നത്. 9ാമത്തെ കാരണം സന്തോഷമില്ലായ്മ. സന്തോഷത്തോടെ കൊടുക്കുന്നവനെയാണ് കർത്താവ് കടാക്ഷിക്കുക. 2 കൊരിന്ത്യർ 9:7. പിറുപിറുപ്പോടെ കൊടുക്കുന്നവന് ഇരട്ടി നഷ്ട. തന്റെ പണമോ വസ്തുവകളോ വഴിപാടോ അതെന്താണെന്ന് വെച്ചാൽ അത് സംഗതി നഷ്ടപ്പെടും, ദൈവത്തിന്റെ വാഴ്വും നഷ്ടപ്പെടും. 2 നഷ്ടങ്ങളാണ് പിറുപിറുപ്പോടെ കൊടുക്കുന്നവന്. സന്തോഷത്തോടെ കൊടുക്കുന്നവനെ ദൈവം സ്വീകരിക്കൂ. ഗോഡ് ആക്സെപ്റ്റ്സ് എ ചിയർഫുൾ ഗിവർ. 2 കൊരിന്ത്യർ 9:7. ഈ പിറുപിറുപ്പോടെ കൊടുത്താൽ കൊടുത്തതും നഷ്ടപ്പെടും, ദൈവത്തിന്റെ വാഴ്വും നഷ്ടപ്പെടും. ഇത് തന്നെയല്ലേ ഏകീകൃത കുർബാന പിറുപിറുപ്പോടെയല്ലേ വിമത വൈദികർ ചൊല്ലുന്നത്? അപ്പോൾ അവർക്ക് 2ഉം നഷ്ടപ്പെടുകയാണ്. അവരുടെ സമയവും നഷ്ടപ്പെടുന്നു, ദൈവത്തിന്റെ കൃപയും നഷ്ടപ്പെടുന്നു. 10ാമത്തെ കാരണം ഏറ്റവും നല്ലത് ദൈവത്തിന് എന്ന തത്വമാണ് ഹാബേലും സ്വീകരിച്ചത്. കടിഞ്ഞൂലുകൾ അതിൽ മേധസ്സോടുകൂടി തന്നെ ഏറ്റവും കൊഴുത്തതിനെ കൊണ്ടുവന്നു. ഏറ്റവും നല്ലത് ദൈവത്തിന്. അതാണ് ഹാബേല്. കായീൻ തന്റെ വിളവിൽ ആദ്യ ഫലങ്ങൾ ദൈവത്തിനായി മാറ്റിവെച്ചില്ല. ആദ്യ ഫലങ്ങൾ കൊണ്ടുവന്ന് അവിടെ എഴുതിയിട്ടില്ല. തന്റെ വിളവിൽ ചിലതെല്ലാം കൊണ്ടുവന്നു. കൊടുക്കാം എന്നുള്ള ഇല്ലേ ആ ഒരു ഏറ്റവും നല്ല ദൈവത്തിനും ചിന്തയുണ്ടായിരുന്നില്ല. ഏറ്റവും മുന്തിയത് ദൈവത്തിന് കൊടുത്തില്ല. അതാണ് കായന്റെ ഭാവം. നമ്മുടെ ദിവസത്തിൽ ഏറ്റവും നല്ല സമയം ഷെഡ്യൂൾഡ് കുർബാന, ഏറ്റവും നല്ല സമയം ദൈവത്തിന് കൊടുക്കാൻ ഈ വിമത വൈദികർ തയ്യാറല്ല. ഏറ്റവും മോശമായ സമയമാണ് കർത്താവിന്റെ കുർബാനയ്ക്ക്, സഭയുടെ കുർബാനയ്ക്ക് അവർ മാറ്റിവെച്ചിരിക്കുന്നത്. നമ്മുടെ നാട്ടിൽ ഉച്ച കഴിഞ്ഞ് 3 മണി 3:30 ഒട്ടും സ്വീകാര്യമല്ലാത്ത സമയമാണ്. യൂറോപ്പിലൊക്കെ 3 മണിക്കൊക്കെ കുർബാനയുണ്ട്, ധാരാളം ആളുകളും വരും.
പക്ഷെ അവിടുത്തെ അന്തരീക്ഷമല്ല നമ്മുടെ നാട്ടിൽ. പിന്നെ ഈ 3 മണിക്ക് കുർബാന ഒരു അങ്ങനത്തെ ഒരു സംസ്കാരം നമുക്ക് ഉണ്ടായിട്ടില്ല. ആ സംസ്കാരം ഉണ്ടായിരുന്നെങ്കിൽ സാരമില്ലായിരുന്നു പിന്നെയും വിചാരിക്കാം. അപ്പോൾ ഇപ്പോഴത്തെ നിലയ്ക്ക് ഏറ്റവും മോശം സമയം കർത്താവിന്. ദൈവം സ്വീകരിക്കുമോ? ഏറ്റവും മോശം സമയം, ഏറ്റവും മുന്തിയത്, ഏറ്റവും മെച്ചപ്പെട്ടത്, ഏറ്റവും നല്ലത് ദൈവത്തിന് എന്നല്ലേ? അതല്ലേ നമ്മൾക്ക് പഠിച്ചിരിക്കുന്നത്? ഹാബേൽ അതാ ചെയ്തത്, കായീൻ അതല്ല. വിമത വൈദികര് കായീന്റെ ആദ്യത്തെ കൊലപാതകിയായ കായീന്റെ തലമുറയിൽപ്പെട്ടവരാണ്. അതുകൊണ്ടാണ് അവർ അക്രമത്തിന് മുതിരുന്നത്. ഫിസിക്കലായിട്ട് കൊലപാതകം ചെയ്തിട്ടില്ലെന്നേ ഉള്ളൂ. കർത്താവിന്റെ ഭാഷയിൽ കോപിച്ചിരിക്കുന്നത് കൊലപാതകത്തിന് തുല്യമാണ്. അങ്ങനെയെങ്കിൽ അവർ കായീന്റെ കൊലപാതകികളുടെ പിൻതലമുറക്കാരാണ് വിമത വൈദികര്. ഇതവർ കുറ്റപ്പെടുത്താൻ വേണ്ടി പറയല്ല. ദൈവം കായീനോട് എന്താ പറഞ്ഞത്? നീ നന്മ ചെയ്യുന്നെങ്കിൽ നിന്നിലും പ്രസാദിക്കില്ലേ ഞാൻ? നീ നല്ലത് ചെയ്യുന്നില്ലെങ്കിലോ, നന്മ ചെയ്യുന്നില്ലെങ്കിലോ പാപം വാതിൽക്കൽ പതിയിരിക്കുന്നു, അത് നിന്നിൽ താല്പര്യം വെച്ചിരിക്കുന്നു, നീ അതിനെ കീഴടക്കണം. കർത്താവ് ഒരു മുന്നറിയിപ്പ് കൊടുക്കുകയാണ്. വാത്സല്യത്തോടുകൂടി കരുതലോടുകൂടി മുന്നറിയിപ്പ് കൊടുക്കുകയാണ്. ഇതേക്കുറിച്ചൊക്കെ ഞാൻ കഴിഞ്ഞ തിങ്കളാഴ്ചത്തെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. ഈ നരഭോജിയ വേട്ടമൃഗം പോലെയാണ് പാപം എന്നൊക്കെ അതാണ് അതിന്റെ തമ്പനയില്. ചുരുക്കത്തില് വിമത വൈദികരെ നിങ്ങളുടെ കുർബാന, നിങ്ങൾ എന്തൊക്കെ പിടിവാശ കാണിച്ച് കുർബാന ചൊല്ലിയാലും അത് കായീന്റെ ബലി പോലെ തള്ളപ്പെടുകയാണ്. കർത്താവ് അതിൽ പ്രസാദിക്കുന്നില്ല. ഇതുകൊണ്ടാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ അൽമായരോട് നേരിട്ട് വീഡിയോ സന്ദേശത്തിൽ പറഞ്ഞത്, നിങ്ങൾ വിമതരെ പിന്തുടരുക അരുത്. നിങ്ങൾ വിമതരെ പിന്തുടരുക അരുത്. ഈ വീഡിയോ കേൾക്കുന്ന നിങ്ങൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ജനാഭിമുഖ കുർബാനയ്ക്ക് പോകരുത്. ആ കുർബാന കർത്താവ് സ്വീകരിക്കുന്നില്ല. അതുകൊണ്ട് നിങ്ങൾ ജനാഭിമുഖ കുർബാന പങ്കെടുക്കരുത്. ഇത് മാർപ്പാപ്പ നിങ്ങളോട് പറഞ്ഞതാ. നിങ്ങൾ വിമതരെ പിന്തുടരുക അരുത്. വീഡിയോ സന്ദേശത്തിൽ പറഞ്ഞതാണ്. നിങ്ങളത് കേൾക്കൂ, മാർപ്പാപ്പയെ കേൾക്കൂ. എന്നിട്ട് ഈ വിമത വൈദികർ പറയുന്നത് കേൾക്കാതിരിക്കൂ. ചുരുങ്ങിയ പക്ഷം ജനാഭിമുഖ കുർബാനയിൽ പങ്കെടുക്കാതിരിക്കൂ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.